നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ നെറ്റിൽ ചന്ദനം ഉണ്ടല്ലോ, അതെവിടുന്ന് വന്നു? അതോ അത് ഞാൻ ഇപ്പൊ തൊട്ടതാ. കഴിഞ്ഞ തവണ അമ്പലത്തിൽ പോയപ്പോ പ്രത്യേകം പൂജിച്ച് മേടിച്ചതാ. പരീക്ഷ ദിവസമല്ലേ, ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതേ നല്ലതല്ലേ. മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ട്. ആയിക്കോ, ഞാനായിട്ട് ശല്യം ചെയ്യുന്നില്ല. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ് പ്രതാപ. ഗുഡ് മോർണിംഗ് അപ്പു. ഗുഡ് മോർണിംഗ്. ഏയ് ബേബി. നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിക്കാം. ചേച്ചി കഴിച്ചോ? നിന്നെ ഒരു നോക്ക് കാണാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നോ തോന്നുന്നുണ്ടോ പ്രതാപ? രാത്രി വന്നപ്പോ വൈകിയല്ലേ? ആ അതെ ചേച്ചി, കുറച്ച് ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പിന്നെ കഴിഞ്ഞ ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ പോയപ്പോഴേ നമ്മുടെ തെക്കേലെ ഗോപിമാഷിനെ കണ്ടായിരുന്നേ. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെയും കുട്ടികളുടെയും പ്രിയങ്കരനായ മന്ത്രിക്ക് തിരുവനന്തപുരത്ത് താമസിക്കാൻ സകല സൗകര്യങ്ങളോടും കൂടിയ മന്ത്രിമന്ദിരം ഉണ്ടായിട്ടും അതൊക്കെ പാടെ ഒഴിവാക്കി സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം വീട്ടിലാ താമസം. ഇതൊക്കെയാ മാഷിന്റെ സംസാരം. ലളിതമായ ജീവിതം, അധികാരം ദുർവിനിയോഗം ചെയ്യാതിരിക്കൽ, ഇതൊക്കെ നിന്നെ പഠിപ്പിച്ചതേ ഞാനാണെന്ന് ഗോപിമാഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, പരമ്പരയായിട്ട് രാജ്യം ഭരിച്ചിരുന്നതാ നമ്മൾ. നമുക്ക് അധികാരം ഒരിക്കലും ഇങ്ങോട്ട് എന്തെങ്കിലും നേടാനുള്ള മാർഗമല്ല. ജനങ്ങളെ സേവിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതല്ലേ ശരി? അല്ല, ആരതി എടുത്തോണ്ട് വരാൻ ഇവിടെ ആരുമില്ലേ? പഴയ ആചാര, ദൃഷ്ടിദോഷം പോയി കിട്ടാൻ ഇത് നല്ലതാ. ഇപ്പൊ നീയാണല്ലോ ഈ കുടുംബത്തിന്റെ നാഥൻ. നിന്റെ ദേഹരക്ഷ നോക്കേണ്ടത് എന്റെ കടമയാ. ചേച്ചി എന്നോട് ഈ കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ ഉണ്ടല്ലോ, അതാണ് എന്റെ ബലം. വീടിനകത്തായാലും പുറത്ത് രാഷ്ട്രീയത്തിലായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ചേച്ചിയാ. ഞാൻ നിൽക്കേണ്ട സ്ഥലത്താ ഇപ്പൊ നീ നിൽക്കുന്നത്. ഞാനായിരുന്നു MLA മന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്നത്. കാലം ഇനിയും തിരിഞ്ഞു വരും പ്രതാപ. അന്ന് നിനക്ക് പകരം ആ കസേരയിൽ ഇരിക്കുന്നത് ഞാനായിരിക്കും, ഈ അംബിക. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നേ. ഇവളെപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ. എന്തിനാ വലിയ ഈ ഒഫീഷ്യാലിറ്റി? 3 ദിവസമായിട്ട് വല്യച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് എന്ത് മാറ്റം വരാനാ? വല്യച്ഛൻ ഇവിടെ നിന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനിൽ പോയപ്പോ എങ്ങനെയായിരുന്നു ഞാൻ, അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അച്ഛാ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, വല്യച്ഛന് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം ഈ പട്ടിയാണോ? അല്ല, ഏത് നേരം അതിനെയും കൊഞ്ചിച്ചിരിക്കുകയാണല്ലോ പതിവ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. നിന്റെ വല്യച്ഛന് ഈ വീട്ടിലെ എല്ലാരും ഒരുപോലെയാ. അതുകൊണ്ട് വേണ്ടാത്ത സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇതുവരെ എണീറ്റില്ലേ അവള്? ഋതിക, ഓ ചിലപ്പോ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചതുകൊണ്ട് ഉറക്കം തീർന്നു കാണില്ല അല്ലേ യാമിനി? അതെ പ്രതാപ,
ഇത്തവണ എന്തായാലും നിന്റെ മോള് ജയിക്കും. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ മകള് പരീക്ഷയ്ക്ക് തോക്കൂന്നുള്ള പേടി ഇപ്രാവശ്യം നിനക്ക് വേണ്ട. കണ്ടില്ലേ, ഇതുവരെ എണീറ്റിട്ട് പോലുമില്ല. ഏതു നേരവും പഠിത്തമാ പഠിത്തം. മതി അവളുടെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞത്. +2 വാങ്ങിയ മാർക്ക് എത്രയാണെന്നറിയാലോ. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾക്ക് ഒരു A+ പോലും ഇല്ലാത്ത നിറം മങ്ങിയ വിജയം എന്നുവരെ ഇവിടുത്തെ ചില പത്രങ്ങൾ എഴുതിയില്ലേ? നാണം കെട്ടതാരാ? ഞാനല്ലേ? സ്വന്തം മകളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ ചേച്ചി ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നത്? സഹപ്രവർത്തകരുടെ മുമ്പിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുള്ളത് അവളെ പറ്റി പറയുമ്പോൾ മാത്രം. ഇത്തവണ നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേഷ്യപ്പെടല്ലേ പ്രതാപ. ശ്രമിക്കാഞ്ഞിട്ടായിരിക്കില്ല, പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇതാരാ ഇങ്ങനെ ചെയ്തേ? ഒരു തുണി എടുത്തേ. എന്റെ അച്ഛൻ എന്നോട് മിണ്ടാറില്ല, എന്നെ ഇഷ്ടമല്ല, എന്നോട് വലിയ ദേഷ്യ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ അച്ഛനെ തന്നെയാ. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ചിത്രത്തിൽ ഒരഴുക്ക് പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നേരെ ഒരുപാടായി. എല്ലാരും ഇപ്പൊ മാഡത്തിനെ തിരക്കുന്നുണ്ടാവും. വേഗം അകത്തേക്ക് പോകാൻ നോക്കാം. ആ അത് ശരിയാ, എന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നവും. ഇത് താൻ വൃത്തിയാക്കിയാ മതി. ആ ഞാൻ ചെയ്തോളാം. ഋതു, മോളെ ഋതു. ഇവിടെവിടെ പോയി? നീ ഇതിനകത്തുണ്ടായിരുന്നോ? എന്നിട്ടെന്താ ഞാൻ വിളിച്ചപ്പോ വിളി കേൾക്കാത്തത്? ഞാൻ കുളിക്കായിരുന്നു. അല്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ആ അപ്പൊ ഇത്തവണ ജയിക്കോ? ജയിക്കാനാണല്ലോ പരീക്ഷ എഴുതുന്ന. എന്ന് നിന്റെ ഈ തർക്കുത്തരം നിർത്തുന്നോ അന്നേ നീ നന്നാവൂ. സന്തോഷം ഉപദേശത്തിന്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. അല്ല, നീ കുളിക്കുമായിരുന്നല്ലേ പറഞ്ഞത്? നിന്റെ നെറ്റിൽ ചന്ദനം ഉണ്ടല്ലോ, അതെവിടുന്ന് വന്നു? അതോ, അത് ഞാൻ ഇപ്പൊ തൊട്ടതാ. കഴിഞ്ഞ തവണ അമ്പലത്തിൽ പോയപ്പോ പ്രത്യേകം പൂജിച്ച് മേടിച്ചതാ. പരീക്ഷ ദിവസമല്ലേ, ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതേ നല്ലതല്ലേ? മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ട്. ആയിക്കോ, ഞാനായിട്ട് ശല്യം ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.